അങ്ങനെ ഉണ്ടാവാം. അതിപ്പോ ഞാനതിനെ കുറിച്ച് ഇനി അഭിപ്രായം പറയുന്ന ആവശ്യമില്ലല്ലോ. കാരണം പൊതുസമൂഹവും കേരളവും മുഴുവൻ അത് ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അപ്പോ അത് എവിടെ നിൽക്കുന്നു ഓരോരുത്തരുടെ നിലപാടുകളും നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്കെതിരെ വരുന്നതിന്റെ പുറകിൽ എന്നോടുള്ളതിനപ്പുറത്ത് മാധവിക്കുട്ടി എന്ന് പറയുന്ന മലയാളികളുടെയൊക്കെ മനസ്സിലുള്ള അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയുടെ സ്വത്വം ഏത് രീതിയിലാണ് അവസാന കാലത്ത് ആൾക്കാർ വായിച്ചത് അല്ലെങ്കിൽ തെറ്റായി വായിച്ചത് എന്നുള്ളതിന്റെ ഒരു പ്രകടനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഞാൻ മാധവിക്കുട്ടി അങ്ങനെയല്ല കാണുന്നത്. ഈ സിനിമയിലൂടെ അങ്ങനെ പറയാനല്ല ഉദ്ദേശിക്കുന്നത്. അവരുടെ മതം മാറ്റമോ അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺട്രവേഴ്സിക്ക് അപ്പുറത്തൊരു എഴുത്തുകാരി എന്നുള്ള രീതിയിൽ മാധവിക്കുട്ടിക്ക് ഒരു വലിയ സ്വത്വമുണ്ട്. അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. എന്റെ സിനിമയിലൂടെ ചർച്ച ചെയ്യപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. പക്ഷേ ശ്രീ കമൽ, ഈ മാധവിക്കുട്ടിയുടെ ജീവിതരേഖ വരച്ചെടുക്കുന്ന ഒരു ചിത്രം കൂടി ആകുമ്പോൾ അക്കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു ഏട് തന്നെയാണ്. അത് അവസാന കാലത്തേതാണെങ്കിലും ഈ മതം മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യവും അത് മാധവിക്കുട്ടിയുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റി താങ്കൾക്ക് ഒരു സിനിമ സംവിധാനം ചെയ്ത് അവതരിപ്പിക്കാൻ ഉദ്ദേശമുണ്ടോ ഇപ്പോൾ? ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. കാരണം തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിന്റെ മുഴുവനായിട്ട് സമ്പൂർണ്ണമായി അവതരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. ഞാൻ പറയുന്ന ഈ ചർച്ചകൾ ഇപ്പോഴല്ല വരേണ്ടത്. സിനിമ വരട്ടെ. സിനിമ വന്നതിന് ശേഷം ആൾക്കാർക്ക് ചർച്ച ചെയ്യാമല്ലോ. ഒരു സിനിമയെ മുൻപിൽ കണ്ടുകൊണ്ട് ആൾക്കാർക്ക് ഒരു എന്ത് കലാസൃഷ്ടിയാണ് ആ കലാസൃഷ്ടിയെ വെച്ച് സംസാരിക്കട്ടെ, എന്നിട്ട് വിലയിരുത്തട്ടെ, അല്ലെങ്കിൽ അതിന് എതിരഭിപ്രായമോ അനുകൂലമോ ഒക്കെ പറയട്ടെ. തീർച്ചയായിട്ടും അതാണ് വേണ്ടത്. പക്ഷേ ശ്രീ കമൽ, ഇപ്പോൾ സംഭവിക്കുന്നത് താങ്കളുടെ ചിത്രത്തിൽ ആമി ആകേണ്ട ആദ്യത്തെ നായിക മാറി. ഇപ്പോൾ മഞ്ജു വാര്യർ ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വളരെ ആവേശത്തോടുകൂടി മുന്നോട്ട് വന്നിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് മഞ്ജു വാര്യർക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വന്നിരിക്കുന്നത്. ഇത് താങ്കളുടെ സിനിമയെ ഏത് തരത്തിലാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാണേണ്ടത്. തൽക്കാലം ഞാൻ സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ എന്റെ സിനിമയ്ക്കോ ഇതൊന്നും ബാധകമാകുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത്തരം സോഷ്യൽ മീഡിയയിലുള്ള ചർച്ചകളോ അഭിപ്രായ പ്രകടനങ്ങളോ ഒന്നും ഒരു സിനിമ ചെയ്യുന്ന നിർമ്മാതാവിനെയോ അതല്ലെങ്കിൽ സംവിധാനം എന്നുള്ള രീതിയിൽ എന്നെയോ ബാധിക്കുന്നില്ല. പിന്നീട് ആൾക്കാർക്ക് ചർച്ച ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിനെ ഞാൻ എതിർക്കുന്നുമില്ല. പ്രത്യേകിച്ചും ഒരു കലാസൃഷ്ടി എന്നുള്ള രീതിയിൽ ഒരു സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാനെല്ലാം അവകാശമുണ്ട്. അതിനു മുമ്പ് മാധവിക്കുട്ടി എഴുത്തുകാരി എന്നുള്ള രീതിയിൽ പൊതുസമൂഹം എന്നും ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പൊ അതിനെക്കുറിച്ച് പറയാനുള്ള അവകാശമുണ്ട്. പറയട്ടെ എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. പക്ഷെ വ്യക്തിപരമായിട്ട് ഇപ്പൊ മഞ്ജു വാര്യർക്കെതിരെയാകുമ്പോഴാണ് നമുക്കൊക്കെ ഖേദമുള്ളത്. കാരണം കേരള മലയാളികൾ മുഴുവൻ അംഗീകരിക്കുന്ന ഒരു അഭിനേത്രി എന്നുള്ള രീതിയിൽ അവരെ എങ്ങനെയാണ് നമ്മൾ മലയാളി സമൂഹം നെഞ്ചേറ്റിട്ടുള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ വ്യക്തിപരമായിട്ട് അവരെ ഒരു കഥാപാത്രം ചെയ്യുന്നതിന്റെ പേരിൽ മഞ്ജുവിനെ അധിക്ഷേപിക്കുന്നതോ ആക്രമിക്കുന്നതോ ഒട്ടും ശരിയല്ല. ഒരു കലാകാരി എന്നുള്ള രീതിയിൽ അഭിനേത്രി എന്നുള്ള രീതിയിൽ ഏത് കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തിൽ കയറി കൈകടത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ്. നാളെ അവരെ ശ്രീ കമൽ, ഇപ്പോ മഞ്ജു വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മഞ്ജു വാര്യർ പറഞ്ഞിരിക്കുന്നത് എന്റെ രാഷ്ട്രീയ നിലപാടല്ല ഈ സിനിമയിലൂടെ വരാൻ പോകുന്നത്, അത് എന്റെ ഒരു കഥാപാത്രം മാത്രമാണ് എന്ന അർത്ഥത്തിലാണ്. ഇങ്ങനെ രാഷ്ട്രീയ നിലപാടല്ല എന്ന് ബോധ്യപ്പെടുത്തിയ ഒരു കലാകാരി ഒരു ചലച്ചിത്രത്തിന് തയ്യാറെടുക്കേണ്ടി വരുന്നൊരു അവസ്ഥ എന്ന് പറയുന്നത് എന്തൊക്കെയോ ഭയപ്പെടുന്നുണ്ട് എന്നതിന്റെ സൂചനയാണ്. അത്തരം ഭയം ഇവിടെ ഉണ്ടാകേണ്ട സാഹചര്യമുണ്ടോ മഞ്ജു വാര്യർക്ക്? അല്ല, ഒരു കലാകാരിക്ക് അല്ലെങ്കിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആർക്കും തന്റെ രാഷ്ട്രീയം ഒരു സിനിമയിലൂടെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയില്ല. അത് അവരുടെ വ്യക്തിപരമായ കാര്യം മാത്രമാണ്. അവർക്ക് എന്ത് രാഷ്ട്രീയ നിലപാടെടുക്കാന്നുള്ള അവരുടെ വ്യക്തിപരമായ ഒരു കാര്യം മാത്രമാണ്. ഇവിടെ ഒരു ഭയത്തിന്റെ കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ചും മഞ്ജു വാര്യരെ പോലെ ഒരു കലാകാരി അങ്ങനെ ഭയപ്പെടുന്ന കൂട്ടത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരുടെ നിലപാടുകൾ നമുക്ക് മുൻകാലങ്ങളിലും അറിയാവുന്നതാണ്. അവർ വളരെ ശക്തമായ നിലപാടുകൾ എടുക്കുകയും ജീവിതം കൊണ്ട് അത് തെളിയിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അങ്ങനെ ഒരു ചെറിയ കാര്യങ്ങൾക്ക് ഭയപ്പെടുന്ന ഒരാളാണെന്ന് ഞാൻ ആ പോസ്റ്റിലൂടെ എനിക്കങ്ങനെ വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഈ സിനിമയിൽ ഈ രീതിയിലുള്ള വിവാദങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത് ഏതെങ്കിലും തരത്തിൽ താങ്കളുടെ ചിത്രീകരണം തുടങ്ങുന്നതിന് ഇനി ദിവസങ്ങളുണ്ട്, അത് ഏതെങ്കിലും തരത്തിൽ ആ സിനിമയുടെ ഇപ്പോൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഒരു രീതിശാസ്ത്രത്തിന് മാറ്റം വരുത്തും എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അത് കഥാപാത്രങ്ങളുടെ സമ്മർദ്ദമാകാം, സംവിധായകന്റെ സ്വയം പുറമേ നിന്നുള്ളൊരു സമ്മർദ്ദത്തിന് വിധേയപ്പെടുന്നതാകാം. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അതിനൊരു പ്രശ്നമുണ്ടാകാതെ മുന്നോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് താങ്കൾ നടത്താൻ സാധ്യതയുണ്ടോ? എന്തായാലും ബാഹ്യമായിട്ടുള്ള എന്തെങ്കിലും പ്രേരണയോ അല്ലെങ്കിൽ മറ്റെന്തോ കാര്യത്തിന്റെ പേരിൽ ചിത്രീകരണത്തില് അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രീതിയിൽ ഒരു മാറ്റം വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല.
തീർച്ചയായിട്ടും ഇത് എന്റെ കലാവിഷ്കാരമാണ്. അതിന് എല്ലാ സ്വാതന്ത്ര്യവും ഈ ഇന്ത്യൻ ഭരണഘടന എനിക്ക് നൽകുന്നുണ്ട്, ഇന്ത്യ മഹാരാജ്യം എനിക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഭീഷണികളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിനെ ഞാനും എന്റെ നിർമ്മാതാവോ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആരും ഭയപ്പെടേണ്ടതില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ കമൽ, താങ്കൾക്ക് ഭരണഘടന നൽകുന്ന എല്ലാ സ്വാതന്ത്ര്യവും നിലനിൽക്കുകയാണ് താങ്കളുടെ വീട്ടിന് മുമ്പിൽ വലിയ പ്രതിഷേധങ്ങൾ കണ്ടത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. അപ്പൊ ഈ സിനിമ ഇറങ്ങുമ്പോഴും അതുപോലെ കുറെ സ്ഥലം ഒഴിച്ചിടേണ്ടി വരും എന്ന് കരുതേണ്ടതുണ്ടോ ഈ ഘട്ടത്തിൽ? നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം നമ്മുടെ അസഹിഷ്ണുതയുടെ ഒരു വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ഏതൊക്കെ രീതിയിൽ അസഹിഷ്ണുത ഈ സിനിമയ്ക്കെതിരെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കാണാം, കാത്തിരുന്ന് കാണാം. അതല്ലേ പറയാൻ പറ്റുള്ളൂ. ശരി, ഞാൻ തിരിച്ചു വരാം ഇടയ്ക്ക് ആവശ്യമുള്ള